ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നൊരു ടൂർ പോവാം കേട്ടോ. ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 4 ഫാമിലി ആയിട്ടുള്ളൊരു ടൂറാട്ടോ ഞങ്ങൾ പോകുന്നത്. വേറെ എങ്ങോട്ടല്ല, മൂന്നാറാണ്. മാങ്കുളം ആദ്യം പോകും, അത് കഴിഞ്ഞിട്ട് മൂന്നാർ, പിന്നെ വൈസൻ വാലി, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും അവർ ഒരു 10-18 പേര് ഓഫീസിൽ നിന്ന് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ നല്ല രസമുള്ള പ്ലേസാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കും പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമതൊരു ട്രിപ്പ് അവർ വെച്ചത്. അപ്പം എന്തായാലും നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വണ്ടി. ഒരാൾ കയറി ഇവിടെ ആദ്യമേ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. താഴെ കൊടുക്കടാ, നാണം വരണ്ടിട്ട് കേട്ടോ അവര്. നമ്മൾ ആലുവയിൽ എത്തിയിരിക്കുക കേട്ടോ. ആലുവയിൽ ഞങ്ങൾ 2 പേരാണ് അങ്ങോട്ട് അവിടെ നിന്ന് വന്നത്. ബാക്കിയുള്ളവരെ നമ്മൾ ആലുവയിൽ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. പോകുന്ന വഴി ഞങ്ങൾ മാങ്കുളത്താട്ടോ ഇറങ്ങിയത്. അവിടെ നല്ല തണുപ്പുള്ളൊരു അരുവി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ മൂന്നാർക്ക് യാത്രയായി. അപ്പോഴേക്കും ഏകദേശം 1:30-2 മണിയോടടുത്തു. കുട്ടികൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങളവിടെ സൈഡിൽ നിർത്തി, ഒരു തണൽ നോക്കി നിർത്തിയിട്ട് ഫുഡ് കഴിച്ചു. ഒത്തിരി ഫുഡ് ബാക്കി വന്നു. അപ്പോൾ തൊട്ട് മേളിൽ കാണുന്നൊരു വീട്ടിൽ ഞങ്ങൾ ബാക്കിയുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട്, കാരണം ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് അവിടെ ഉണ്ട്. ഇത് ഞങ്ങൾ താഴെ വൈസൻ വാലിയുടെ താഴെ ആട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ട്രെക്കിംഗ് ആണ് മേളിലേക്ക്. ഇവിടുന്ന് നമ്മളുടെ വണ്ടി അലൗഡ് അല്ല. ഈ 2 ജീപ്പിലായിട്ട് ഞങ്ങൾ ഈ 4 ഫാമിലിയും കൂടി പോയി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഇന്ന് വരെ ഇതുപോലൊരു ട്രെക്കിങ് ചെയ്തിട്ടില്ല. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5:30 മണിയോടുകൂടി ഞങ്ങൾ മേളിലെത്തി. അവിടെ ഞങ്ങൾ 4 ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാനും. അത്യാവശ്യം ആ സമയമായപ്പോഴേക്കും തണുപ്പ് കൂടി വന്നു. ഞങ്ങൾ വലിയവരുടെ ടീം ഒരു സൈഡിൽ, കുട്ടികളുടെ ടീം മറ്റൊരു സൈഡിലായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ചില്ല് ചെയ്തു. അതിനുശേഷം രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കനൊക്കെ താഴെ നിന്ന് വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മേളിൽ കാണുന്ന കൂടാരം കണ്ടോ, ആ ഏറുമാടത്തിലായിരുന്നു എൻ്റെ ഫാമിലി സ്പെൻഡ് ചെയ്തത്. അന്ന് നൈറ്റായിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾ ആ നൈറ്റ് കംപ്ലീറ്റും. അതിനുശേഷം പിന്നെ ഞങ്ങളൊരു 11:30 പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഞങ്ങൾ ആനയിറങ്കൽ ഡാമിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ ഒരുപാട് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഏറെ KSEBയുടെ ഇതായതുകൊണ്ട് നമുക്ക് താഴേക്കൊക്കെ പോകാനുള്ള അനുമതി കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ താഴേക്കൊക്കെ ഇറങ്ങി ഒത്തിരി അവിടെ എൻജോയ് ചെയ്തു. കുറേ റീലെടുത്തു. ഒരുപാട് നേരം കുട്ടികൾ അവിടെ എൻജോയ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഒരു റോക്ക് കേവ് കണ്ടത്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുട്ടികൾ ആദ്യമേ തന്നെ ഓടി കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് തേയിലത്തോട്ടത്തിലായിരുന്നു. അവിടെയും കുറേ റീലെടുത്തു. ഈ റീലെല്ലാം ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കുകയാണ്. ഡിന്നർ കഴിച്ചു. ഒത്തിരി ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ പിരിയേണ്ട സമയമായി. ഏകദേശം ഒരു 12:00 ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തി. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ടാറ്റാ, ബൈ ബൈ.